ഓം ആദിപരാശക്തി. എടാ, നീ എന്തിനാ വീണ്ടും വന്നത്? എന്റെ അടുത്ത് ഒരു പ്രാവശ്യം വന്നാൽ അവർ വീണ്ടും വന്നതായിട്ട് എന്റെ ചരിത്രത്തിലില്ല. നീ എന്തിനാ വന്നത് പറ. சாமி ரொம்ப அவசரம் சாமி. ഓ, അർജന്റ് ആണോ? നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞാൽ അവിടെ ബാത്റൂം ഉണ്ട്. നീ ബാത്റൂമിൽ പോയിട്ട് സാനിറ്റൈസർ യൂസ് ചെയ്ത് കഴുകിട്ട് വൃത്തിയിൽ വാടാ. அந்த அவசரம் இல்ல சாமி, உயிர் போயிருன்ற அவசரம். ഓ സാരി, ഞാൻ ബാത്റൂമാന്ന് വിചാരിച്ചു. നീ അവിടെ ഇരിക്കി, ഞാൻ ഇവിടെ ഒരു പ്രേതത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രശ്നം തീർത്തിട്ട് ഞാൻ നിന്നെ വിളിക്കാം. അവിടെ ഇരിക്കടാ. പറ, നിന്റെ പ്രശ്നം എന്താണ് പ്രേതമേ? പറ. പ്രേതമേ, നീ എന്നെ കാണാൻ വന്നതാണോ അവനെ കാണാൻ വന്നതാണോ? എന്റെ അടുത്ത് നിന്റെ കാര്യം പറ. പ്രേതമേ, ഞാനൊരു സന്യാസി സ്വാമിയാണ്. ഞാൻ നല്ലത് മാത്രം ചെയ്യില്ല. നീ എന്നെ ഗുണ്ട എന്ന് വിചാരിച്ചോ? നിന്റെ അടിയാളാന്ന് ഞാൻ വിചാരിച്ചോ? അതിന് എന്നെ കിട്ടൂല. തെറ്റ് നിന്റെ ഭാഗത്താണ്. നിന്റെ ഭർത്താവ് നല്ലവനാണ്. അവൻ പണിയെടുത്ത് കഷ്ടപ്പെട്ട് നിന്റെ കുടുംബം നോക്കിയവനാണ് അവൻ. നീ എന്താ ചെയ്തത്? അവൻ പണിക്ക് പോയ സമയത്ത് വേറൊരാളെ കൂട്ടിക്കൊണ്ടെന്ന് വീട്ടിൽ നീ സന്തോഷമായി നിന്നില്ലേ? അതവൻ കണ്ടു. നീ തെറ്റ് ചെയ്തിട്ട് അവനെ കുറ്റം പറയുന്നോ? ഒരുത്തിന് ഒരുത്തിയായിട്ട് ജീവിക്കണം, അതാണ് നമ്മളുടെ ഇന്ത്യയിലെ കൾച്ചർ. അല്ലാണ്ട് നിന്നെ പോലെ തോന്നുന്ന പോലെ ചെയ്തിട്ട് അവസാനം അവനെ കുറ്റം പറയുന്നോ? അവനായതുകൊണ്ട് വെട്ടിക്കൊന്ന് വേറെ ആരാണ് നിന്നെ വെറുതെ വിടൂല. പുറത്ത്. പ്രേതമേ, നീ എന്തിനാ അവനെ നോക്കി നിൽക്കുന്നത്? പുറത്ത്. നീ വാടാ. പ്രേതം, നിന്നോടല്ല, നീ അവിടെ ഇരിക്കി. അത് കുഴപ്പമില്ല, അത് പാവം പ്രേതമാണ്. നീ വാ, നീ വന്ന് ഇരിക്കട്ടെ അവിടെ. നീ ഭയപ്പെട വേണ, വാ. സന്തോഷ വാർത്ത പറയാൻ വന്നതല്ലേ? എന്റെ പൂജ നല്ലായില്ലേ? ഇപ്പൊ നീ ഉഷാറായി ജീവിക്കുന്നില്ലേ? അതെന്താ? എന്താ, എന്ത് പറ്റി? எலுமிச்சப்பழம் உங்கள்கிட்ட வாங்கிட்டு போனேன் சாமி. வாங்கிட்டு போய் நீங்க சொன்ன மாதிரியே மொட்டை மாடல போய் நின்று நல்லா சுத்தினேன். சுத்திட்டு தூக்கி போட்டேன். உக்காந்துட்டு அப்பாதான் கீழே குனிஞ்சு பார்த்தா கால் கடியில ஒண்ணு நிக்குது. என்னடான்னு எடுத்து பாக்குறேன். பார்க்கும்போது அவங்க வீட்டுல இருக்கேன். முன்னாடி அவங்க அக்கா நிக்குது சாமி. അങ്ങനെ നടക്കാതെ അത് സാധ്യതമല്ല. ഞാൻ ചെയ്ത മന്ത്രവാദത്തെ എല്ലാം സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. വേറെന്തോ സംഭവിച്ചിട്ടുണ്ട്. സത്യമുള്ളതുപോലെ പറ. சாமி, நீ பண்ற சின்ன சின்ன விஷயத்தெல்லாம் வச்சு உன்னை அவ்வளவு நம்பினையா? ஆனா நீ என்னை ஏமாத்திருக்க போலி. ஓ, நான் காசு கொடுக்காம போயிட்டு நீ ஏமாத்திருக்கியா? அது ஏதோ பயத்துல விட்டுட்டு போயிட்டேயா? உனக்கு காசு தானே வேணும். இந்தா புடி உன் காசு. ഞാൻ ഈ പണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ പൂജ ചെയ്യുന്നത്. ഇതൊരു പുണ്യകർമ്മമായിട്ടാ ചെയ്യുന്നത്. നല്ലതിന് മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ. ഈ പണം ആർക്ക് വേണം? എടുത്തുകൊണ്ട് പോടാ നിന്റെ പണം. പോയാ കൊണ്ട. നിക്കടാ, തിരികടാ, തിരികടാ. പറയടാ, എന്താ നടന്നത്? പറ. அதான் பரையறனே, ஒரு ஃப்ராடு நீ. ഫ്രാഡ് വീണ്ടും വീണ്ടും പറയുന്ന ഞാൻ ചെന്ന ചെറുനാറങ്ങ നീ എന്ത് ചെയ്തു? അത് പറയടാ. பாலைவனத்துல எலுமிச்சப்பழம் கொண்டு வந்தேன்னு சொல்லும் போதே எனக்கு அவங்களுக்கு டவுட் வந்துச்சு. அதான் நம்புறேன் பாத்தியா? 3 ரூபாய் எலுமிச்சப்பழத்தை 300 தடவை சுத்தி கையும் தலையும் தான் வலிக்குது. നീ വീണ്ടും വീണ്ടും എന്നെ കുറ്റം പറയുന്നോ? സത്യം പറയടാ. സൂളത്തെടുത്ത് சாமி மாதிரியே பேசுற. சாரி சாமி, சாரி சாமி, சாரி. എന്താ നടന്നത് പറ. சுத்தும் போது டக்குனு ஒரு கால் வந்துருச்சு. போன் எடுத்து பேசிட்டு வச்சுட்டு எத்தனை விட்டேன்னு மறந்துட்டேன். அதனால திருப்பி ஃபர்ஸ்ட்ல இருந்து கரெக்டா 333 தடவை சுத்தி பின்னாடி போட்டேன். എന്നിട്ട് നീ എന്നെ കുറ്റം പറയുന്നോ? തെറ്റ് ചെയ്തത് നീയാടാ, ഞാനല്ല. ഞാൻ തന്ന ചെറുനാറങ്ങ നിന്നോട് തല ചുറ്റിട്ട് റോട്ടിലിടാൻ പറഞ്ഞു. പക്ഷെ നീ ചുറ്റിയത് എണ്ണം കൂടിപ്പോയി. ആ കൂടിപ്പോയത് കൊണ്ട്
ആ പ്രേതത്തിന് പവർ കൂടിപ്പോയി. யோ மலையாள பகவதி, நீ பண்ணதுதான் என் தப்பு. நீ உன் மேல தப்பு வச்சுட்டு என்னைய தப்பு சொல்றியா நீ? ആ? പറയടാ, പേടിച്ചു പോയോ? എന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. பேய் அவங்க வீட்டுல இருக்கு, இது எங்க வீட்டுக்கு கூட்டு போய் என்ன பண்றது? ആ പ്രേതം നിന്റെ വീട്ടിലേക്ക് എന്തിനാ വന്നത്? എന്ത് ആവശ്യത്തിനാണ് നിന്നെ കാണാൻ വന്നത്? ഞാൻ വന്ന് പരിശോധിക്കണം. അപ്പൊ നിന്റെ വീട്ടിലേക്ക് ഞാൻ വരണം. വന്നാലേ എനിക്ക് കാര്യം മനസ്സിലാവുള്ളൂ. വാ. വീട്ടിൽ ആരുമില്ലേ? இல்ல சாமி, அம்மா அப்பா எல்லாம் ஊருக்கு போயிருக்காங்க சாமி. ഓ, അപ്പൊ നമുക്ക് സൗകര്യമായി, നമുക്ക് പൂജ ചെയ്യാൻ ഈസിയായി. ഓക്കെ. சாமி இங்கதான் இருக்கேன், ஏன் கத்துறீங்க? ആത്മാവ് ഇവിടെ വരുന്നുണ്ട്. ഹോ! எங்க கசந்திக்கே தெரியும். ഇവിടെ തന്നെ വന്ന് നിൽക്കാതെ നീ. നീ പേടിക്കണ്ട, ആ പ്രേതം പോയി. ധൈര്യത്തിൽ എന്റെ കൂടെ ഉള്ളിൽ വാ, ഞാൻ നോക്കിക്കോളാം. ഇവിടെ ഒരു ചീത്ത മണമുണ്ട് ഇവിടെ. சாமி அது ஒண்ணும் இல்ல, அது துணியெல்லாம் ரொம்ப நாளா துவைக்கல, அது அப்படியே ரூம்லயே டென்ஷன் ஆகி அப்படியே இருந்து. എടാ പ്രാന്ത, അതല്ല പറഞ്ഞത്. ആ യക്ഷിയുടെ എച്ചം ഇവിടെ ഉണ്ട്. ഈ എച്ചം ഉള്ളത് വരെ ആ പ്രേതം ഇവിടെ വീണ്ടും വരും. சாமி என்ன சாமி என்னென்னமோ சொல்றீங்க, எனக்கு பயமா இருக்கு, வாங்க ஓடிடலாம். ഡാ നിക്കട അവിടെ. അങ്ങനെ പേടിക്കാൻ പാടില്ല. നമ്മൾ പേടിച്ചാൽ പ്രേതത്തിന് ധൈര്യം കൂടും, നമ്മളുടെ പേടി കൂടിപ്പോകും. അത് പാടില്ല. നമ്മൾ എപ്പോഴും ധൈര്യത്തോടെ നിൽക്കണം. நீங்க நிப்பீங்க, நான் எப்படி நிப்பேன்? நீங்க மந்திரம் செஞ்ச மந்திரவாதி, நான் சாதாரண மனுஷன். அப்படி பயமா இருக்கு சாமி எனக்கு. അടാ, നിന്നെ പോലെ ഞാനും മനുഷ്യൻ തന്നെയാണ്. നിനക്കുള്ള മോഹം, കാമം, വിശപ്പ് എല്ലാം എനിക്കുമുണ്ട്. ഞാൻ മന്ത്രം പഠിച്ചെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിന്നെ പോലെ തന്നെയാണ് ഞാനും. ഇരിക്കടാ. ശരി, നീ പോയിട്ട് ഒരു വിളക്കിൽ നെയ്യ് ഒഴിച്ച് അത് കത്തിച്ച് കൊണ്ടുവാ. ആ വിളക്ക് ഒരിക്കലും കെടാൻ പാടില്ല. ഭദ്രമായി കൊണ്ടുവരണം ഇവിടെ. அணையாம கொண்டு வரணுமா? കൊണ്ടുവാ.
ആ വിളക്ക് കെടാതെ ഭദ്രമായി കൊണ്ടുപോവാ. ആ വിളക്ക് കെട്ടുപോയാൽ പിന്നെ നമ്മൾ ചെയ്ത പൂജയൊക്കെ വെറുതെ ആയി പോകും. അല്ലേ, ഭദ്രമായിട്ട് വാ. சாமி என்ன விளக்க வச்சோன்னு அப்படியே அமைதியாயிருச்சு. അതാണ് ഈ വിളക്കിന്റെ ശക്തി. ഇനി നീ പേടിക്കണ്ട, നിനക്ക് ധൈര്യമായിട്ട് ഇവിടെ നിൽക്കാം. പക്ഷേ എന്നാ ആ വീട്ടിലേക്ക് കൊണ്ടുപോകണം. அந்த வீட்டுக்கு? ஐயோ சாமி, அதான் பிரச்சனை எல்லாம் முடிஞ்சிருச்சு. எதுக்கு அந்த வீட்டுக்கு? அதெல்லாம் வேணாம். പ്രശ്നം തീർന്നിട്ടില്ല. ആ വീട്ടിലേക്ക് പോയാല് ആ ആത്മാവ് എന്തിനു വേണ്ടി നിന്നെ ചുറ്റുന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലാകണം. ആ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണം. சாமி, நிரந்தர நிம்மதியை எனக்கு கொடுத்துருங்க சாமி. നിരന്തരമായിട്ട് സമാധാനം അത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പോലെ നടക്കൂല. ഇവിടെ എല്ലാവർക്കും നിരന്തരമായി വേണമെങ്കിൽ മരിക്കണം, എന്നാലേ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ദുഃഖം സങ്കടം എല്ലാം ഇവിടെ ഉണ്ടാകും. ജീവനോടുണ്ടെങ്കിൽ അത് അനുഭവിച്ചിട്ടേ മരിക്കാൻ പറ്റുള്ളൂ. അതിൽ യാതൊരു മാറ്റവും ഇല്ല. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എല്ലാം അനുഭവിക്കണം. നീ ആ വീട്ടിൽ എന്നെ കൊണ്ടുപോ, ഞാൻ നിന്റെ പ്രശ്നമൊക്കെ തീർത്തു തരാം. சாமி கூட்டு போலாம். இப்படியே போனா அவர்கிட்ட நான் என்ன சாமி சொல்லுவேன்? நீங்க ஏதாவது மாறு வேஷத்துல வந்தீங்கன்னா அவனை நம்ப வச்சு ஏதாவது சித்தப்பா பெரியப்பான்னு கூட்டு போவேன். ഓ, ഈ വേഷത്തിൽ അവിടെ കൊണ്ടുപോകാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? അത് നീ പേടിക്കണ്ട. അത് എന്റെ ഒരു ഐഡിയയിൽ ഞാൻ വരാം. എന്നെ നീ കൊണ്ടുപോയാ മതി. ஹாய். சாமி எங்க எப்போ வருவாங்க? சாமியா? நான் தான் சாமி. சாமி ஆளே தெரியல. ஆளே தெரியலையா? என்னடா சாமி, அது இல்ல, அடையாளமே தெரியல, நறுக்குன்னு இருக்கீங்க. இப்ப என்ன கூட்டு போலாம்ல? கூட்டு போலாம், நம்பிடுவா. சாமி, உங்களை நம்பிதான் அந்த வீட்டுல திருப்பி காலடி எடுத்து வைக்கிறேன். பிரச்சனை எல்லாம் முடிச்சிடலாம்ல? முடிச்சிடலாம். இந்த வாரம் இந்த எபிசோட்ல முடிஞ்சு அடுத்த எபிசோட்ல பார்க்கலாம். Follow me.